പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും ഭാഗ്യമായി കാണുന്നു. നമ്മൾ യഥാർത്ഥ കർത്താവിനെ കാണുന്നതും ആ ക്രൂശില. പാപത്തെയും ശാപത്തെയും പൈശാചിക ശക്തിയും യേശു ക്രൂശിൽ പരാജയപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. സമാധാനം ഇല്ലാതാക്കാൻ, സന്തോഷമില്ലാതാക്കാൻ, കുടുംബത്തിൻ്റെ അകത്ത് കലക്കമുണ്ടാക്കാൻ പിശാചുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. കർത്താവ് ആ കാൽവറിയിൽ പിശാചിനെ തോൽപ്പിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ സത്യം എന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ആ 94 സങ്കീർത്തനം 4 വാക്യം പറയുന്നുണ്ട്, തൂവൽ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കും. അവൻ നമ്മളെ മറച്ചേക്കുക. അത് നാശത്തിനല്ല. ശത്രു ഒരു വഴിയായി കടന്നു വരും, 7 വഴിയായി ചിതറിപ്പോകും. ഈ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന ഇടത്തൊക്കെ പോകണം. ഭയപ്പെടുത്തുന്നതും പകൽ പറക്കുന്ന അസ്ത്രവും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഒക്കെ ജീവിതത്തിലുണ്ട്. ഈ വചനത്തിൻ്റെ ശക്തി അവകാശം പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ജയം നേടാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഈ വചനത്തിന് മുമ്പിൽ പിശാച് തോറ്റോടും. പാപത്തെയും ശാപത്തെയും പൈശാചി ശക്തിയും തോൽപ്പിച്ചു. ശത്രുവിൻ്റെ മേൽ ജയം നൽകി. രക്തത്താലും വചനത്താലും നമുക്ക് ജയമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. കർത്താവിൻ്റെ വചനത്താൽ നമുക്ക് ജയമുണ്ട്. ആ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം ഒരു നിരപരാധിയുടെ രക്തമാണ്. ആ രക്തം ഈ ഭൂമിയിൽ വീണു. അത് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന രക്തമല്ല, പ്രതികാരം ചെയ്യാതിരിക്കാൻ ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തി പറയുന്നത്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. ഹാബേലിൻ്റെ രക്തവും ഒരു നിരപരാധിയുടെ രക്തമാണ്. തെറ്റ് ചെയ്യാത്ത ഒരുവന്റെ രക്തം മണ്ണിൽ വീണൊഴുകിയ രക്തം. എന്നാൽ അത് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം ലോകം മുഴുവൻ വീണു. ആ കർത്താവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധിയോടും വേർപാടോടും കൂടെ അതിൽ നമ്മൾ ഭാഗവാക്കാക്കുന്നെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കോ ഒരാഭിചാരത്തിനോ ഒരു മന്ത്രവാദിക്കോ നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. ആ രക്തം നമ്മുടെ ഉള്ളിലുണ്ട്. ആ രക്തത്തിലും ആ വചനത്തിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ശാപത്തിൻ്റെ മോക്ഷം കിട്ടാൻ നമ്മൾ മറ്റൊരിടത്തും പോകേണ്ട കാര്യമില്ല. ഒരു പുണ്യസ്ഥലത്തോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഏത് ശത്രു ഏതെല്ലാം രീതിയിൽ എന്നോടും നിങ്ങളോടും എതിർത്താലും നമ്മളോട് എതിർക്കുന്ന ശത്രുവിനെ കർത്താവ് നമ്മുടെ മുൻപിൽ തൂക്കുമാറാക്കും. ഒരു വഴിയായി നമ്മുടെ നേരെ വരും, 7 വഴിയായി നമ്മുടെ മുൻപിൽ നിന്ന് ഓടിപ്പോവും. ഈ വചനത്തിൻ്റെ ശക്തി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വചനമാണ്. ഒരു ശത്രുവിൻ്റെ പദ്ധതിയും നമ്മളെ തകർക്കത്തില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും ആശ്വാസവും സമാധാനമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.